അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇത്രയും ഞാൻ സ്വപ്നമില്ലെന്നാണ് നടക്കുന്ന സംഭവമാണ്. നിങ്ങൾ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞപ്പോ 4 ഐഡിയ ഒന്നുമില്ല. ഇപ്പൊ മനസ്സിലായി. സ്വപ്നമല്ല. എനിക്ക് എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് കാര്യം പിടിക്കുന്നത് എന്താ സംഭവം. നാട്ടുകാരുടെ വായാണല്ലോ, നമുക്ക് മൂടി കെട്ടാൻ പറ്റൂല. അപ്പൊ ഈ ഇവിടെ ബൊക്കെ വരുമ്പോണ്ട് ചെറുതായിട്ട് സംസാരം പെണ്ണുമ്പോഴും ചെറുതായിട്ടൊന്നും നിങ്ങൾ കാര്യം കറച്ചിട്ടില്ല. കാര്യം നീ ഇവിടെ വരുന്ന അവളുമായിട്ട് കറങ്ങുന്ന പോകുന്നു. ഇവിടെ ഈ നാട്ടുകാരുടെ വായൊന്നും മൂടി കേട്ടണമല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ തീരുമാനമെടുത്ത് മീനുട്ടിയെ നിന്നെ കൊണ്ട് അങ്ങ് കെട്ടിച്ച സന്തോഷം നോക്ക്. ഭാഗ്യവാനെ. 3 വർഷത്തിന് മുമ്പ് ഞാൻ ഈ കാര്യം വന്ന് പറഞ്ഞ് കൊടുക്കൂലായിരുന്നു. അന്ന് തല കയറിയില്ലായിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞോണ്ട് അണ്ടാ അമ്മ ഓർമ്മ നിങ്ങൾക്ക് ഓർമ്മ. നിങ്ങൾ പറഞ്ഞ എന്താ പറഞ്ഞത് എന്നെ കൊണ്ട് കെട്ടിക്കുന്നതിനൊക്കെ നല്ല ഇവിടെ എടുത്ത് പൊട്ടക്കെടുത്തിരുന്നു. നമ്മൾ ഈ നാവിന് കുടിയിരിക്കുന്ന സമയത്ത് നമ്മള് പല അബദ്ധങ്ങളും പറയും. ഇവിടെ സുന്ദരിയാണ് ഏറ്റവും പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാലല്ലോ, നിങ്ങൾ പറഞ്ഞാൽ എന്ത് യോഗ്യത ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാ അത് ആ സമയത്ത് അങ്ങനെ പറഞ്ഞു പോയതാണ്. യോഗ്യതയുടെ കാര്യം പറയണ ഞാൻ പിന്നെ അവനിവിടെ നിൽക്കുന്നതോ വായിക്കൊന്നും നിൽക്കാതെ പോയി അവൻ എന്തെങ്കിലും പറഞ്ഞ് നിർത്തിച്ചോ. കണ്ടേട്ടോ, മീനുട്ടി ഇഷ്ടല്ലേ? മീൻ കൂട്ടാൻ ഇഷ്ടമാണോ അതുപോലെ മീൻ പൊരിച്ചത് ഇഷ്ടമാണോ? പണ്ടൊക്കെ കയറിപ്പോഴും പറഞ്ഞുകൂടാ പറ്റത്തില്ല. എന്റെ കണ്ടിട്ടുണ്ടെന്ന് നീ വാക്കിനെ എന്തുകൊണ്ട് നീ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ വല്ല വാക്ക് നടക്കുന്നതാണോ? അങ്ങനെ നീ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. നിനക്ക് മണ്ഡപത്തിൽ ഇരുന്നിട്ട് നിനക്ക് എന്തെങ്കിലും വിഷമം തോന്നിയത്? നീ മണ്ഡപത്തിൽ തേങ്ങയായിട്ട് തരുന്നത് ഞാൻ കണ്ടില്ല. ഒളിച്ച് പണിത്തോടെ നീ വിളിച്ചില്ലെങ്കിൽ ഞാനീ കൂടെ നോക്കി കണ്ടതാ. നിന്റെ സന്തോഷം ഇല്ല. ദൈവത്തെ ഞാൻ ഇറങ്ങുക. ഞാൻ ഇതിനകത്ത് ഏത് പോയി കയറിയത് ആരെന്താ പറയുന്നത്? എന്തിന് ഫാമിലിയുടെ എന്താ കുഞ്ഞുങ്ങളെ എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ കുഞ്ഞുങ്ങളെ എന്താ ഉദ്ദേശിക്കുന്നത്? മകളെ വളർത്തുന്ന കാര്യം നീ അവളെ കേട്ടോ. നാളെ നിങ്ങളത് മാറ്റി പറഞ്ഞത് എന്തോ തുറന്നു. ഞാൻ മരിക്കണം. ഞാൻ എനിക്ക് വിശ്വാസമില്ല. ഉറപ്പാണോ? അങ്ങനെ വാക്ക് സത്യമല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉപേക്ഷിച്ച് ഇറങ്ങുള്ളൂ. ഇനി ഇവര് വാക്ക് മാറ്റാൻ ഞാൻ ഇവിടെ കെട്ടി തൂക്കി ചാടും. ഇത് ഞാൻ പറഞ്ഞിട്ട് തോന്നണം. എന്നാ ഒരു കാര്യം എന്റെ വീട്ടിലോട്ട് വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ ആ വീട് വേണ്ട. ഇന്ന് മുതൽ ഇതാണ് നിന്റെ വീട്. രാവിലെ 10 മണിക്ക് നീ ഇവിടെ നാളെ രാവിലെ താമസിക്കണം. വിധിയായിരിക്കുമല്ലേ? നിന്റെ സുന്ദരി പൊണ്ണം പേടിച്ചോ? ഇന്നോട് തരത 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 തരത
എന്താ മോനെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ എത്ര സാധനം കാത്തിരുന്നു. ഞാൻ പുറത്തു വന്ന നാളെ ഞങ്ങളില്ലാത്ത അമ്പലങ്ങളില്ല. നിന്റെ സ്വപ്നം കണ്ടുപിടിക്കാനേ പക്ഷേ നിനക്ക് വേണ്ടി പോവാത്ത അമ്പലങ്ങളോ നിരത്തുകളോ ഇല്ല. ദൈവം എനിക്ക് വേണ്ടി നിന്നെ കൊണ്ടുവന്നതാണ്. അത് ഇനി വാക്ക് പറയാലോ നീ പറഞ്ഞോ. എന്താ മരുമോനെ നീ വന്നിട്ടുള്ള അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മറ്റേ വാക്ക് പറഞ്ഞായിരുന്നു. വാക്ക് പറഞ്ഞു. അതെന്താ പറയാം, ഈ ചക്കയുടെ പാതി ഞാൻ അവന് കൊടുക്കാതെ വാക്ക് പറഞ്ഞു. എടുത്തോ, പാതി എടുത്തോ, അങ്ങോട്ട് മുറിച്ചെടുക്കോ, നമ്മളോട് ബന്ധുക്കൾ സംസാരിക്കുമ്പോൾ ചക്ക എടുക്കോ. മരുമോനെ കണ്ട ദേവാ അണ്ണന്റെ വരുന്നു. ദേവാ